الاحتلال الإسرائيلي إسرائيل كاتس إن الجيش سيواصل مهاجمة قوات US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പ്രമുഖ കൂൾ ഡ്രിങ്ക് ബ്രാൻഡായ കൊക്കോകോള കൃത്രിമ മധുരത്തിന് പകരം കരിമ്പിൽ നിന്നുള്ള പഞ്ചസാര ഉപയോഗിക്കാനുള്ള തീരുമാനം സ്വീകരിച്ചു. ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാനഡയിലെ ടൊറന്റോയിൽ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഇരവിപുരം സ്വദേശി അനീറ്റ വെനാൻസാണ് മരിച്ചത്. താമസ സ്ഥലത്തെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. കൊല്ലം SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്ക് H1N1 പനി ബാധിച്ച സംഭവത്തിൽ 9B ക്ലാസ് റൂമിന് ഈ ആഴ്ച അവധി നൽകി. കൂടുതൽ കുട്ടികൾക്ക് ലക്ഷണങ്ങൾ ഉള്ളതായി കണ്ടെത്തി. ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളും മാസ്ക് ധരിക്കാനും ലക്ഷണങ്ങൾ ഉള്ളവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, സ്കൂൾ അധികൃതർ രക്ഷിതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് നിർദ്ദേശം നൽകിയത്. കൊച്ചി എളംകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയ എക്സ്റ്റസി പില്ലുകളുടെ ഉറവിടം ജർമ്മനി എന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഗുളികകളുടെ മുകളിലെ ചിഹ്നങ്ങൾ രാജ്യാന്തര ലഹരി മാഫിയ സംഘങ്ങളുടെ അടയാളങ്ങളാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് കൊച്ചിയിലേക്ക് ലഹരി ഗുളിക എത്തിച്ചതെന്നും പിടിയിലായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാമിൽ 8 മാസമായി ലഹരി കച്ചവടം നടത്തുന്നയാളാണെന്നും NCB